അവർക്കുള്ള മറുപടി ഞങ്ങളല്ലല്ലോ പറഞ്ഞത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ ദേവസ്വം ബെഞ്ച് മറുപടി പറഞ്ഞതോടുകൂടി അവരുടെ എല്ലാ ആരോപണങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്. പാറപ്പുറത്തൊരു ചില്ലുപാത്രം വീണ് ഉടയുന്നത് പോലെ ഉടഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. എന്നിട്ടും അതേ പറയാനുള്ളൂ എന്ന് പറഞ്ഞാൽ ഈ സർക്കാരിനെതിരെ ഒന്നും അവർക്ക് മറ്റൊന്നും പറയാനില്ല എന്നതിന് സമ്മതിക്കുന്നത് കൂടിയാണ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അസംബ്ലിയിൽ പറഞ്ഞു, 5 വർഷം പിന്നിട്ടപ്പോൾ ഒരു അവിശ്വാസ പ്രമേയം പോലും കൊണ്ടുവരാൻ പ്രതിപക്ഷത്തിനായില്ല എന്ന് പറഞ്ഞാൽ അവിശ്വാസം രേഖപ്പെടുത്താവുന്ന എന്തെങ്കിലും ഒന്ന് അവതരിപ്പിക്കാനില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ. ഇപ്പോൾ പ്രതിപക്ഷത്തിന് പോലും അവിശ്വാസം രേഖപ്പെടുത്താൻ കഴിയാത്ത ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നാണ് കാണിക്കുന്നത്. ജനങ്ങളുടെ വിശ്വാസം അത്രയും ഞങ്ങൾ ആർജിച്ചു എന്നതുകൊണ്ടാണല്ലോ ഒരു അവിശ്വാസ പ്രമേയം പേരിനെങ്കിലും കൊണ്ടുവരാൻ അവർക്ക് കഴിയാതിരുന്നത്. ഏത് നിയമസഭയിലാണ് വിശ്വാസ പ്രമേയം ഇല്ലാതിരുന്നിട്ടുള്ളത്? അപ്പോൾ ശബരിമല സംബന്ധിച്ചുയർത്തിയ എല്ലാ ആരോപണങ്ങൾക്കും ദേവസ്വം ബെഞ്ച് മറുപടി പറഞ്ഞു. മാധ്യമങ്ങൾ ചിലരത് മുക്കിയിട്ടുണ്ട്. തങ്ങൾക്ക് ആവശ്യമുള്ളത് സിംഗിൾ ബെഞ്ച്, ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത സിംഗിൾ ബെഞ്ച് എന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തന്നെ പറഞ്ഞു. അവർ പറഞ്ഞത് 1-ാം പേജിലും. ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം ബെഞ്ച്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ദേവസ്വം ബെഞ്ച് പറഞ്ഞത് എന്താ? കൃത്യമായിട്ടാണ് അന്വേഷണം, കുറ്റമറ്റ അന്വേഷണമാണ്, പൂർണ്ണ വിശ്വാസം അന്വേഷണത്തിലുണ്ട്. ഞങ്ങളുടെ മുൻഗണന അവർക്ക് ജാമ്യം കിട്ടുമോ കിട്ടില്ല എന്നുള്ളതിലല്ല, അവർ ശിക്ഷിക്കപ്പെടുമോ എന്നതിലാണ്. ഇവരാവശ്യപ്പെടുന്നത് പോലെ ധൃതി പിടിച്ച് കുറ്റപത്രം സമർപ്പിച്ചാൽ വിചാരണയിൽ പ്രതികൾ രക്ഷപ്പെട്ടു പോകും, ഒരു പ്രതിയും രക്ഷപ്പെടരുത് എന്നാണ് ഞങ്ങൾ കണക്കാക്കുന്നത് എന്ന് പറഞ്ഞതാരാ? 2-അംഗ ദേവസ്വം ഡിവിഷൻ ബെഞ്ച് ഹൈക്കോടതിയുടെ. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉദ്ദേശം എന്താ? പ്രതികൾ രക്ഷപ്പെട്ടു പോയിക്കോട്ടെ എന്നാണോ? ഒരു തട്ടിക്കൂട്ട് കുറ്റപത്രം സമർപ്പിച്ച് പ്രതികൾക്ക് വിചാരണയിൽ രക്ഷപ്പെടാൻ പഴുതൊരുക്കണം എന്നതാണോ ഇവരുദ്ദേശിക്കുന്നത്? അപ്പോൾ ഹൈക്കോടതിയെയാണോ വിശ്വസിക്കേണ്ടത്? പ്രതിപക്ഷ നേതാവിനെയാണോ വിശ്വസിക്കേണ്ടത്? ഹൈക്കോടതിയെയാണോ വിശ്വസിക്കേണ്ടത്? രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഗീബൽസ് വിലയ്ക്ക് വാങ്ങിയ മാധ്യമങ്ങളെയാണോ വിശ്വസിക്കേണ്ടത്?